സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ പൈററ്റിനെ ആയിരിക്കും കാണിക്കുക. ആണാണെങ്കിൽ ഒരുപാട് പൈററ്റ്സുകളുമായിട്ട് പോരാടി അവരുടെ എല്ലാവരുടെയും പിക്ചറുകൾ, പണങ്ങൾ അങ്ങനെ എല്ലാം തന്നെ സ്വരുക്കൂട്ടി ഇപ്പോൾ വലിയ ഒരു നിധി തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കടലിന്റെ വലിയ നടുവിലായിട്ട് വലിയൊരു നിധി കൂമ്പാരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ടീമിനെ പോലും കാണാൻ കഴിയുക. പക്ഷേ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്തോറും ഓണന്റെ ആ ഒരു വലിയ പ്രഭ, അദ്ദേഹത്തിന്റെ പ്രശസ്തി, അതുപോലെ തന്നെ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ കുറഞ്ഞു വരികയാണ്. ജനങ്ങൾക്കും ലോകത്തിനിടയിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വിസിബിലിറ്റി ഇല്ലാതായി വരികയാണ്. ഇന്നാണെങ്കിൽ താൻ ഇത്രയും കാലവും സമ്പാദിച്ച എല്ലാം തന്നെ ഇപ്പോൾ ഒരു ചെറിയ ഐലാൻഡിൽ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കും. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ ഊണൻ അവൻ കൊല്ലപ്പെട്ടു. അവിടെ ഇപ്പോൾ അവൻ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന ആ ഒരു വലിയ നിധി അതാരുടെയും കണ്ണിൽപ്പെടാതിരിക്കുകയാണ്. വോണിന്റെ ടീമിലുള്ള സോൾജിയർ ആ ഒരു നിധിയുള്ള ഭാഗം അത് വലിയൊരു മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോ ആ മാപ്പ് കണ്ടെത്തി അവിടേക്ക് എത്തുന്നവർക്ക് ആ ഒരു നിധി മുഴുവൻ സ്വന്തമാക്കാം. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. കടലിൽ ഒരു ചെറിയ പെട്ടിയിൽ ടീയനെ കാണിക്കുകയാണ്. ലക്ഷ്യബോധമില്ലാതെ എവിടേക്കൊക്കെയോ അതങ്ങനെ ഒഴുകി നടക്കുകയാണ്. ടീയനാണെങ്കിൽ ഒരുപാട് കാലമായി ആ ഒരു നിധി അന്വേഷിച്ച് ആ ഒരു ചെറിയ പെട്ടിയിൽ അങ്ങനെ അരഞ്ഞു നടക്കുകയാണ്. അപ്പോഴായിരിക്കും അവന്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു വലിയ കപ്പൽ കാണുക. കപ്പലിന്റെ അടുത്തേക്ക് വരും. കപ്പലിലുള്ളവരെ എല്ലാവരെയും ആരോ കൊന്നിരിക്കുകയാണ്. ആ കൊന്ന മോൺസ്റ്റർ ഫേസ് ഉള്ളവനാണെങ്കിൽ ഇപ്പോൾ ആ കപ്പലിലുണ്ടായിരുന്ന നേതാവിന്റെ കയ്യിലുള്ള ഒരു മാപ്പ് അത് പിടിച്ചു മേടിക്കുകയാണ്. ആക്ച്വലി ഓടൻ അദ്ദേഹത്തിന് നിധിയുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള മാപ്പാണത്. അത് ഇപ്പോൾ ആ മോൺസ്റ്റർ ഫേസ് ഉള്ളവൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. കട്ട് ചെയ്ത ജോൺ മെറി കപ്പൽ കാണിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പ്രോപ്പറായിട്ട് ഫുഡും വെള്ളമൊന്നും കിട്ടാതെ അങ്ങനെ തളർന്ന് കിടക്കുകയാണ്. ആമിക്കാണെങ്കിൽ യാതൊരു കൂസലും ഇല്ല. ഓനന്റെ ആ ഒരു നിധി അത് അവിടെ അടുത്തെവിടെയോ ആണെന്ന് അവൾക്ക് അറിയാം. സോ അവളാണെങ്കിൽ ആ നിധിയിലേക്ക് എത്താനായിട്ട് ബൈനോക്കുലറിലൂടെ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും ബൈനോക്കുലറിന്റെ ഓപ്പോസിറ്റ് സൈഡ് 2 കണ്ണുകൾ മാത്രം അവൾ കാണാം. അവളാണെങ്കിൽ അത് കണ്ട് ഞെട്ടും. അവൾ ബൈനോക്കുലർ മാറ്റും. തൊട്ടു മുൻപിൽ ലൂഫി ആണെങ്കിൽ അവളോട് നീ ഭക്ഷണം കഴിക്കാനായിട്ട് എന്തെങ്കിലും സ്ഥലമോ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും കണ്ടോ? എനിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. ഞാൻ ഭക്ഷണം ചെക്ക് ചെയ്യല്ല, മറിച്ച് ഊനന്റെ ആ ഒരു ട്രഷർ അതെവിടെയാണെന്ന് നോക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ഉസോപ്പ് അവൻ കാര്യമായിട്ട് ചൂണ്ടയിട്ട് അതിലെന്തോ ഒന്ന് തടഞ്ഞു എന്ന് പറഞ്ഞ് അവനത് വലിച്ചു കയറ്റുക. പക്ഷെ കിട്ടിയത് വെറും ഒരു ബോട്ടിൽ മാത്രമാണ്. ലൂഫിക്കാണെങ്കിൽ വീണ്ടും ദേഷ്യം ഇരട്ടിയാവും. അതിന് ഉസോപ്പ് പറയും ഞാൻ വെറുതെ ഒരു ഫൺ കാണിച്ചതാണ്. ഇവിടെ സോറോയ്ക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാനായിട്ട് കഴിയില്ല. ഇനിയും ഇങ്ങനെ 2 ദിവസം കൂടെ മുമ്പോട്ട് പോയാൽ അവരെല്ലാവരും മരിക്കാനായിട്ട് തുടങ്ങും. നാമിയാണെങ്കിൽ ലൂഫിയോട് ദേഷ്യപ്പെട്ട് പറയും ഞാൻ 1 മാസത്തേക്കുള്ള ഫുഡ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. നീയാണ് അത് അൺലിമിറ്റഡ് ആയിട്ട് 3 ദിവസം കൊണ്ട് തിന്ന് തീർത്തത്. അതിന് ലൂഫി ടെൻഷനാവും. 3 അല്ല 2 ദിവസം കൊണ്ടാണ് അതെല്ലാം ഞാൻ തീർത്തതെന്ന് പറഞ്ഞ് അവർ 2 പേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ് അട്ടി ബഹളം. അവരങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഗ്യാപ്പിൽ 3 കള്ളന്മാര് അവരാണെങ്കിൽ ആ കപ്പലിൽ കയറി പറ്റും. പക്ഷെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ കാര്യം നോട്ടീസ് ചെയ്യില്ല. അതിനുശേഷം ലൂഫിയും ഉസോപ്പും സോറയും അവർ 3 പേരും ബാരലിലുള്ള കുറച്ച് ഫുഡിന് വേണ്ടി ഫൈറ്റ് ചെയ്യാണ്. ആ ഗ്യാപ്പിൽ നാമി റൂമിലേക്ക് വരുമ്പോഴായിരിക്കും നാമി കളക്ട് ചെയ്ത് വെച്ചിരുന്ന അവളുടെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റി ആ 3 കള്ളന്മാർ പുറത്തേക്ക് വരുന്നത് കാണുക. അവരാണെങ്കിൽ ക്യാഷ്വലായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടി, ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോട്ടെ ചോദിക്കും. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ പേര് വിളിച്ച് ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവരവിടേക്ക് ഓടി വരും. അതിനാ കള്ളന്മാരാണെങ്കിൽ ഇവിടുത്തെ അസറ്റ്സിന് പകരമായിട്ട് നിങ്ങൾക്ക് അല്പം റൈസ് കേക്ക് തരാമെന്ന് പറഞ്ഞ് ഒരുപാട് ഫുഡ് ഐറ്റംസ് റൈസ് കേക്ക്സ് ഒക്കെ നമ്മുടെ ആൾക്കാർക്ക് ഇട്ടുകൊടുക്കും. അത് കണ്ട നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആർത്തിയോട് കൂടെ അത് വാരി വലിച്ചു തിന്നും. നമ്മുടെ ആൾക്കാർ ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് അവരാണെങ്കിൽ അവരുടെ കപ്പലിലേക്ക് ചാടി ഇറങ്ങുകയാണ്. ആ കപ്പൽ ഓടിക്കുന്നത് എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മൾ കണ്ട ആ ഒരു പയ്യൻ ലൂഫി ആണെങ്കിൽ ഇവരോട് വീണ്ടും റൈസ് കേക്ക് ആവശ്യപ്പെടും. അതിനാ കള്ളന്മാരാണെങ്കിൽ ലൂഫിയെ ഷൂട്ട് ചെയ്യാണ്. കൺട്രോൾ പോയ ലൂഫി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഷൂട്ട് ചെയ്യും. അവരാണെങ്കിൽ വീണ്ടും നിർത്താതെ ഷൂട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പലിന് ഒരുപാട് പരിക്കുകൾ പറ്റുകയാണ്. ലൂഫി ആണെങ്കിൽ കൈ അങ്ങനെ നീട്ടി അവരുടെ കപ്പലിലേക്ക് എടുത്തു ചാടി അപ്പർ പോർഷൻ അതങ്ങനെ നശിപ്പിച്ച് തകർത്ത് കളയും. ലൂഫി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ലൂഫിക്ക് ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ടെന്ന്. അവരാണെങ്കിൽ നീയും ഞങ്ങളുടെ ക്യാപ്റ്റൻ എൽട്രാഗോയെ പോലെ തന്നെ പവറുള്ള ആളാണെന്നല്ലേ ചോദിക്കും. അതിന് ലൂഫിക്കാണെങ്കിൽ കൺഫ്യൂഷനായിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും ഓപ്പോസിറ്റ് ആയിട്ട് ആ ഒരു മോൺസ്റ്റർ എൽട്രാഗോയുടെ വലിയ കപ്പൽ കാണുക. ആ കള്ളന്മാർക്കാണെങ്കിൽ എൽട്രാഗോ അവനിപ്പോ അവന്റെ പവർ ഉപയോഗിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കും. അത് മനസ്സിലാക്കിയ ഉടൻ തന്നെ അവരാണെങ്കിൽ മോഷ്ടിച്ചെടുത്ത ട്രഷറുമായിട്ട് കടലിലേക്ക് എടുത്തു ചാടും. ഒരു മോൺസ്റ്റർ ആണെങ്കിൽ അതിന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ജോൺ മെറി കപ്പലും അതുപോലെ തന്നെ ആ കള്ളന്മാരുടെ കപ്പലും എല്ലാം തന്നെ തകർക്കുകയാണ്. സോറോ ആണെങ്കിൽ കടലിലേക്ക് ചാടി ലൂഫിയെ സേവ് ചെയ്യും. അപ്പോഴായിരിക്കും ലൂഫിയുടെ ബോഡിയിൽ ഇറുകി പിടിച്ചിരിക്കുന്ന ആ പയ്യനെ കാണുക. ആ പയ്യനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആൾക്കാരോട് പറയും ഞാൻ ആ മോൺസ്റ്ററിന്റെ കപ്പലിൽ ഒരു സ്ലേവിനെ പോലെ പണിയെടുക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടേക്ക് വന്നത്. ഞാനും ആ ട്രഷറുള്ള വലിയ ഐലാൻഡ് അത് അന്വേഷിച്ച് വന്നതാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ആ ട്രഷർ സ്വന്തമാക്കണം. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവന്റെ കഥ അത് കേട്ടു നിൽക്കുന്ന സമയത്തായിരിക്കും നല്ല ഫ്രഷ് ഫുഡിന്റെ സ്മെല്ല് അത് അവർക്ക് കിട്ടുക.
സോറോയും ലൂഫിയും അവർ രണ്ടുപേരും മറ്റൊന്നും ചിന്തിക്കില്ല. ആ കപ്പലിനൊരു ഭാഗത്ത് കയറി അങ്ങനെ തുഴഞ്ഞ് ആ സ്മെല്ല് വന്ന ഭാഗത്തേക്ക് വരും. അപ്പോൾ അവരുടെ തൊട്ടു മുൻപിലായിട്ട് ഒരു ചെറിയ കപ്പൽ കാണിക്കും. ആ കപ്പൽ മറ്റാരുടെയോ അല്ല, ആ കുഞ്ഞി പയ്യന്റെ ഗ്രാൻഡ് പേയുടേതാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഗ്രാൻഡ് പേ വിട്ട് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് കടലിലേക്ക് പോവാറുണ്ട്. ഗ്രാൻഡ് പേ ആണെങ്കിൽ ആ കുഞ്ഞിപ്പയ്യനെ കാണേണ്ട താമസം അവനോട് ദേഷ്യപ്പെടും. ആ ഗ്യാപ്പിൽ സോറോയും ലൂഫിയും അവർ രണ്ടുപേരും കപ്പലിലേക്ക് വന്ന് ഫുഡ് വാരി വലിച്ച് തിന്നും. ഇപ്പൊ ഇതിനാണെങ്കിൽ സിമ്പിളായിട്ട് പറയും, അവർ രണ്ടുപേരും എൻ്റെ അസിസ്റ്റൻസ് ആണ്, അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് അത് കൊടുക്കണം. സോറോയും ലൂഫി ആണെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫുഡ് മുഴുവനായിട്ടും അങ്ങനെ അടിച്ചു കഴിക്കുകയാണ്. വിശപ്പ് മൂത്ത ലൂഫി ആണെങ്കിൽ ഇപ്പൊ സോറോയുടെ പ്ലേറ്റിലുണ്ടായിരുന്ന ഫുഡും അതും കൂടെ വാരി വലിച്ച് തിന്നും. അത് കണ്ട സോറോയ്ക്കാണെങ്കിൽ കലിയളകും. രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇവിടെ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ അവന്റെ ഗ്രാൻഡ് പേയോട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ ഒതുങ്ങി ഒരിടത്ത് കൂടാനായിട്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഓനിനെ പോലെ ഒരു ഗ്രേറ്റ് പൈററ്റ് ആവണം. അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ നിധി അതെനിക്ക് കണ്ടെത്തണം. ആണെങ്കിൽ ഊനനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഇപ്പൊ ലൂഫി ആണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കും, അദ്ദേഹം ശരിക്കും അത്രയും പവർഫുൾ ആയിരുന്നോ? അതിനെ കുഞ്ഞിപ്പയ്യൻ പറയും, അതെ, എല്ലാവരും അദ്ദേഹം ഇതുപോയി എന്നാണ് കരുതിയിരിക്കുന്നത്. പക്ഷേ അതിന് അടിസ്ഥാനമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. സോ ഞാൻ വിശ്വസിക്കുന്ന അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ളത് തന്നെയാണ്. എനിക്ക് എത്രയും വേഗം അദ്ദേഹത്തിന്റെ ഐലാൻഡിലേക്ക് പോയി അദ്ദേഹത്തെ കണ്ടെത്തണം. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ടീംമേറ്റായി മാറും. ലൂഫി ആണെങ്കിൽ അത് കേട്ട് വിളിച്ചു പറയും, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പവർഫുൾ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ മറ്റൊരു ബുദ്ധി വിളിച്ചാണ് തോന്നുന്നത്. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പൈററ്റ് കിങ് ആയി മാറും. സോ അദ്ദേഹത്തെ ഞാൻ എന്റെ ടീമിലേക്ക് വിളിക്കും, എന്റെ ടീമിലെ ഒരു മെമ്പറാക്കി മാറ്റും. അത് കേട്ട് കുഞ്ഞിപ്പയ്യനും അവന്റെ ഗ്രാൻഡ് പേയും എല്ലാവരും വട്ടറടിക്കുകയാണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ ടെൻഷനാവും. നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇത്രയും സമയം ഇവിടെ ഇരുന്ന് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫുഡ് അത് കഴിച്ചില്ലേ? അതിന്റെ ക്യാഷ് 11 ബറീസ് അതെനിക്ക് ഇപ്പൊ തന്നെ തരണമെന്ന് പറയും. അത് കേട്ട് സോറോയും ലൂഫിയും ഞെട്ടും. സോറോ ആണെങ്കിൽ അദ്ദേഹത്തോട് പറയും, ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളിത് വിൽക്കാനായി വെച്ചിരിക്കുന്നതാണെന്ന് അറിഞ്ഞില്ല. അവളുടെ കയ്യിൽ ഒറ്റ രൂപ പോലും ഇല്ല. ലൂഫി ആണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അവനൊരു കല്ലെടുത്ത് പൈററ്റ് കിങ് ലൂഫി എന്ന് എഴുതി ഇപ്പൊ ആളുടെ കയ്യിൽ കൊടുക്കും. ഇത് വെറൊരു ഗിഫ്റ്റ് മാത്രമാണ്, തൽക്കാലം എന്റെ സന്തോഷത്തിന് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കടന്നുപോകും. കോപത്തിന്റെ ഉച്ചത്തിലെത്തിയ നമ്മുടെ അപ്പാപ്പനാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പോൾ ആ ഒരു മോൺസ്റ്റർമാന്റെ കപ്പൽ കാണിക്കും. അവരാണെങ്കിൽ ഇപ്പൊ നാമി അടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്യാണ്. അവരാണെങ്കിൽ നാമിയുടെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്യാണ്. ആ സമയത്തായിരിക്കും ആ മോൺസ്റ്റർ ഇപ്പോൾ ആ ഒരു വലിയ ഐലാൻഡിന്റെ ഓനോന്റെ ഐലാൻഡിന്റെ ആ ഒരു മാപ്പ് അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ബൈനോക്കുലറിലൂടെ ഒരു അസിസ്റ്റന്റ് അത് ചെക്ക് ചെയ്യും. അപ്പൊ ദൂരത്തായിട്ട് ആ ഒരു ഐലാൻഡ് കണ്ടുവന്ന് അവൻ വിളിച്ചു പറയും. അവരാണെങ്കിൽ അടുത്ത നിമിഷം ആ ഐലാൻഡിലേക്ക് കടന്നു പോവാണ്. നാമിയാണെങ്കിൽ ആ ബൈനോക്കുലർ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ജോയിൻമറെ കപ്പൽ അതവിടെ കാണാണ്. കപ്പലില് നമ്മുടെ ഉത്സോപ്പാണെങ്കിൽ ആ ഒരു മോൺസ്റ്ററിനെയും ആളുടെ അസിസ്റ്റൻസിനെയും കണ്ട് ഭയന്ന് ഓരോ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. മോൺസ്റ്ററിന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ ഉസോപ്പിനെ കണ്ട് ആളോട് പറയും, ഇവനും നമ്മൾ അന്വേഷിക്കുന്ന നിധി അന്വേഷിച്ചു വന്നവനായിരിക്കും. സോ എത്രയും വേഗം ഇവനെ ഇല്ലാതാക്കണം. അതിന് ഉസോപ്പാണെങ്കിൽ ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് മോൺസ്റ്റർ മാനോട് പറയും, ഞാനൊരു പൈററ്റ് ഹണ്ടറാണ്. എന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നിധികൾ വളരെ വേഗത്തിൽ കണ്ടെത്താൻ പറ്റും. എവിടെയാണോ നിധി ഉള്ളത് അവിടേക്ക് പോയി നിധികൾ എടുക്കാൻ എനിക്ക് സാധിക്കും. നിങ്ങളോടൊപ്പം എന്നെ കൂട്ടുകയാണെങ്കിൽ ഇവിടെ എവിടെയൊക്കെ നിധികളുണ്ടോ അതെല്ലാം തന്നെ കണ്ടെത്തി നിങ്ങൾക്ക് എടുത്തു തരാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. അത് കേട്ട് ഇപ്പൊ മോൺസ്റ്ററിന് ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ പോലന്റെ ആ ഒരു മാപ്പ് അതെനിക്ക് കിട്ടണം. ഉടനെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ആ മാപ്പ് ഉസോപ്പിന് കൊടുക്കും. ഉസോപ്പിന്റെ കണ്ണ് വളരെ ഷാർപ്പാണ്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ ഫെയ്ഡായ ആ മാപ്പിൽ നോക്കി അവൻ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അവരാണെങ്കിൽ ഉസോപ്പിനോട് ചോദിക്കും, നിനക്കത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഞങ്ങൾക്കത് വായിക്കാൻ കഴിയുന്നില്ല. ഉസോപ്പാണെങ്കിൽ കാര്യം മനസ്സിലാക്കും. നിൽക്കുന്ന കടലിലെ വെസ്റ്റ് സൈഡിലുള്ള വെയിലിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആ ഒരു വലിയ നിധിയുള്ളത്. കാര്യങ്ങൾ മനസ്സിലാക്കി ഉസോപ്പാണെങ്കിൽ ഹായ് ആയിട്ട് നിൽക്കും. ഉസോപ്പാണെങ്കിൽ ഇപ്പൊ അവരെ എല്ലാവരെയും കൂട്ടി അവിടുന്ന് കടന്നു പോവാണ്. നാമിയാണെങ്കിൽ ബൈനോക്കുലറിൽ ഇപ്പോ സോറയെയും ലൂഫിയെ നോക്കും. അവർ രണ്ടുപേരെയും അവരപ്പാപ്പൻ കടയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ടെൻഷനായിട്ട് ആളോട് പറയും, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. അതിനാൾ പറയും, ജോലി ചെയ്യാൻ ഇവിടെ എൻ്റെ ഗ്രാൻഡ് സൺ ഉണ്ട്, തന്നെ എനിക്ക് ധാരാളമാണെന്ന്. ഇപ്പോൾ അപ്പാപ്പനാണെങ്കിൽ അവനെ നോക്കി പറയും. അതിനുശേഷം അവനോട് ഇവിടെയുള്ള പണികളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നിനക്ക് എന്നെ പോലെ ഈ ആളാവാനായിട്ട് കഴിയൂ. അവനാണെങ്കിൽ അത് കേട്ട് ദേഷ്യവും. നിങ്ങൾക്ക് ലക്ഷ്യം എന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ വിചാരം നിങ്ങൾ വലിയ ഗ്രാമമുഖ്യനാണെന്നാണോ? നിങ്ങൾ വെറും ഒരു ചായക്കടക്കാരൻ മാത്രമാണ്. ആ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടുന്ന് കടന്നു പോവാണ്. അവന്റെ കയ്യിലാണ് ലൂഫിയുടെ തൊപ്പിയുള്ളത്. സോ രണ്ടാമൊന്നും ആലോചിക്കാതെ ലൂഫി ആണെങ്കിൽ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. ഉത്സവപ്പാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു വെയിലിന്റെ അടുത്തെത്തി. അതിനുശേഷം അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നോക്കി അവർക്ക് എന്തൊക്കെയോ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്.
ഇവിടെ ലൂഫി ആണെങ്കിൽ പയ്യനെ കണ്ടുപിടിച്ച് അവന്റെ തൊപ്പി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുകയാണ്. ആ പയ്യനാണെങ്കിൽ ലൂഫിയോട് പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് ഓനെ കണ്ടുപിടിച്ച് അവന്റെ ടീമേറ്റ് ആവണം, പക്ഷെ ഞാൻ അത്ര പവർഫുൾ അല്ല, പക്ഷെ അവനെ റിജക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് ലൂഫി പറയും, നീ കഠിനമായിട്ട് അധ്വാനിക്കണം, നന്നായിട്ട് ട്രെയിൻ ചെയ്യണം, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടും. ഇതൊരു ഭാഗത്ത് നാമിയും ഇപ്പൊ ഉസോപ്പാൻ ടീമിനെ ഫോളോ ചെയ്ത് അങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ഉസോപ്പാണെങ്കിൽ അവരെല്ലാവരെയും കൂട്ടി ദൂരത്തായിട്ട് കാണുന്ന ഒരു ടെമ്പിളിന്റെ അടുത്തേക്ക് പോവാണ്. ഉസോപ്പ് അവരോട് പറയും, ആക്ച്വലി നിങ്ങൾ എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ഈ കാര്യം ഓനോനും അവന് ടീമും അറിഞ്ഞ അത് വലിയ കുഴപ്പമാവും. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കും. അതിനുശേഷം അവർ പറയും, ഞങ്ങൾ ഓനോന്റെ ടീമിലുള്ള എല്ലാവരെയും കൊന്നിട്ടാണ് ഈ ഒരു മാപ്പ് അത് കൈവശമാക്കിയത്. കാര്യം കൈവിട്ടു പോവാണെന്ന് മനസ്സിലാക്കിയ ഉസോപ്പാണെങ്കിൽ നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവരാണെങ്കിൽ ഉസോപ്പിനെ വളയും. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചതല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്നിന് പോകണം, അതിനുവേണ്ടി ഞാൻ മാറി നിന്നതാണ്. അവരാണെങ്കിൽ വീണ്ടും ഇപ്പോൾ ഉസോപ്പിനെ പിടിച്ചു വലിച്ച് അവരുടെ യാത്ര ആരംഭിക്കുകയാണ്. അല്പദൂരം മുൻപോട്ടേക്ക് പോകുമ്പോൾ അവർ പോകുന്ന വഴിയിൽ വലിയൊരു ഒബ്സ്ട്രക്ഷൻ കാണുകയാണ്. മുഴുവൻ ഒരുപാട് മരങ്ങളും മലകളും എല്ലാം ഇടിഞ്ഞു വീണ് അവർക്ക് പോകേണ്ട വഴി അത് ബ്ലോക്കായിട്ട് കിടക്കും. അടുത്ത നിമിഷം ആ മോൺസ്റ്റർ ആണെങ്കിൽ അവന്റെ അസിസ്റ്റന്റിന് അല്പം ഗോൾഡ് കൊടുക്കും. ആ അസിസ്റ്റന്റ് ആണെങ്കിൽ വലിയൊരു സ്ക്വാഡ് ഉപയോഗിച്ച് ആ ഒരു ഭാഗം തന്നെ വെട്ടിത്തെറിപ്പിച്ച് അവർക്ക് പോകാൻ ഒരു വഴി ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അവരാണെങ്കിൽ വീണ്ടും അവരുടെ യാത്ര അത് ആരംഭിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സോറോയും ലൂഫിയും അവരാണെങ്കിൽ ഒരുപാട് നേരം അലഞ്ഞിട്ടും തിരികെ കപ്പലിലേക്ക് എത്താൻ അവരെ കൊണ്ടാവില്ല. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ നിങ്ങൾ ഒരേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. അതിന് സോറോ ആണെങ്കിൽ ലൂഫിയോട് പറയും, ആ ഊനോന്റെ ഇവിടെ അടുത്ത് എവിടെയാണ്, നമുക്ക് എന്തുകൊണ്ട് അവിടേക്ക് പോയിക്കൂടാ. കട്ട് ചെയ്ത ഇവിടെ ഉസോപ്പാണെങ്കിൽ അവരെ എല്ലാവരെയും കൂട്ടി ആ കാസ്റ്റിന് മുൻപിലേക്ക് വരും. കാസ്റ്റിൽ എത്തുമ്പോഴായിരിക്കും ഉസോപ്പ് അവൻ പറഞ്ഞതുപോലെ അവിടെ ഗോൾഡ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുക. എല്ലാവരും ഇപ്പോൾ ഉസോപ്പിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. ആ നിമിഷം നമ്മുടെ നാമി അവളാണെങ്കിൽ അവിടേക്ക് ചാടി വീണ് ഇപ്പോ ഉസോപ്പിന് മുൻപിൽ ഒരു ഡ്രാമ കളിക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇവരെയും കൂട്ടി ഇവിടേക്ക് വരും. അണ്ടർഗ്രൗണ്ടിൽ ഗോൾഡുള്ള കാര്യം നീ ഇവരോട് പറഞ്ഞുവല്ലേ. എന്റെ നമ്പർ പിടികിട്ടി ഉസോപ്പാണെങ്കിൽ ഇപ്പൊ സ്റ്റോറി വെച്ച് നൈസായിട്ട് ഡ്രാമ അത് കണ്ടിന്യൂ ചെയ്യാണ്. മാഡം, നിങ്ങൾ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ഈ അണ്ടർഗ്രൗണ്ടിൽ 3 ദിവസം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോൾഡ് കിട്ടുമെന്നുള്ള കാര്യം ഞാൻ അറിയാതെ ഇവരോട് പറഞ്ഞുപോയി. വില്ലന്മാരാണെങ്കിൽ ആ സ്റ്റോറി വിശ്വസിച്ച് അവിടെ കുഴിക്കാൻ തയ്യാറാവുകയാണ്. നാമിക്കും ഉസോപ്പിനും ഭയങ്കര സന്തോഷം. ആ 3 ദിവസം അവർ കുഴി കുഴിക്കുന്ന ഗ്യാപ്പിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കും. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് പറയും, 2 ദിവസം എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല, ഞാൻ എന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് 2 മണിക്കൂർ കൊണ്ട് ഇത് തുരന്നെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവന്റെ പവർ അത് ഉപയോഗിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അടുത്ത നിമിഷം അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും അവന്റെ അസിസ്റ്റൻസ് അടക്കം എല്ലാവരും ഇപ്പോൾ ഉഷാറായിട്ട് ഓടാനായിട്ട് തുടങ്ങും. കാരണം അവന്റെ ഡബിൾ ഫ്രൂട്ടിന്റെ പവർ അതെല്ലാവർക്കും അറിയാം. അവനാണെങ്കിൽ ഇപ്പൊ നിർത്താതെ അവന്റെ പവർ ഉപയോഗിച്ച് അവിടം കുഴിക്കാനായിട്ട് ആരംഭിക്കും. ഉസോപ്പിനും നാമിക്കുവാണെങ്കിൽ ഭയം കൂടി വരും. കാരണം അവൻ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരുന്ന ഓനോന്റെ ആ കാസ്റ്റിൽ പോലും തകർന്നു പോകും. ഇവിടെ അവൻ ശക്തിയായിട്ട് കുഴിക്കുന്ന ശബ്ദം കേട്ട് ഇപ്പൊ നമ്മുടെ സോറോയും ലൂഫിയും അവർ രണ്ടുപേരും ആ കുഞ്ഞിപ്പയ്യനുമായിട്ട് അവിടേക്ക് കടന്നു വരും. ലൂഫി ആണെങ്കിൽ അവിടേക്ക് വന്ന് ഉച്ചത്തിൽ ഊനോന്റെ പേര് വിളിക്കുകയാണ്. ഊനോൻ, നിങ്ങൾ എവിടെയാണ്? ഈ കുഞ്ഞിപ്പയ്യന് നിങ്ങളുടെ ടീമിൽ ചേരണം. അത് കേട്ട് ആ മോൺസ്റ്ററും അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും പൊട്ടിച്ചിരിക്കും. പയ്യനാണെങ്കിൽ ഒരു കമ്പെടുത്ത് ആ മോൺസ്റ്ററിനോട് പറയും, ഇത് ഊനോന്റെ കാസ്റ്റിലും അവന്റെ ഉള്ള സ്ഥലമാണ്, ഒരു കാരണവശാൽ ഇത് നശിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അവന്റെ വെല്ലുവിളി കേട്ട് കലിയിളകിയ ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ അവനെ ഉയർത്തിയെടുത്ത് വാള് വെച്ച് അവനെ വെട്ടാനായിട്ട് ഒരുങ്ങുകയാണ്. അടുത്ത നിമിഷം സോറോ അവൻ ചാടി വീണ് മോൺസ്റ്ററിന്റെ വിരലുകൾ അതങ്ങനെ വെട്ടിയെറിയാണ്. അവനാണെങ്കിൽ ഇപ്പൊ സോറോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ സോറോയ്ക്ക് അനങ്ങാനായിട്ട് കഴിയില്ല. അവൻ തിരിഞ്ഞു നോക്കും, ലൂഫിയുടെ കാലൊരു ഭാഗത്ത് സ്റ്റെക്കായി കിടക്കുകയാണ്. വഴിയില്ല, നമുക്കിപ്പോൾ ഇവിടുന്ന് പോണെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ ആ കുഞ്ഞിപ്പയ്യനെയും സോറോയും തൂക്കിയെടുത്ത് അവിടുന്ന് കടന്നുപോകും. ഇവിടെ മോൺസ്റ്റർ ആണെങ്കിൽ ചുറ്റും നോക്കും. ഉസോപ്പിനെയും നാമിയെയും ഇപ്പൊ കാണാനില്ല. അവരും ആ ഗ്യാപ്പിൽ രക്ഷപ്പെട്ടു പോയി. ഇപ്പൊ എല്ലാവരും ഒന്നിച്ചെത്തിയിരിക്കുകയാണ്. നാമിയാണെങ്കിൽ സോറോയുടെയും ലൂഫിയുടെയും ചെങ്ങല അതങ്ങനെ അയച്ചു കൊടുക്കും. ഉടനെ നാമിയാണെങ്കിൽ ഇപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ മാപ്പ് അത് അവർക്ക് എല്ലാവർക്കും എടുത്ത് കാണിച്ചു കൊടുക്കും. ഞാൻ ആ കാസ്റ്റിലും ഭാഗങ്ങളും ചെക്ക് ചെയ്തു, അവിടെ മനുഷ്യരും ഇല്ല, അതുപോലെ തന്നെ ട്രഷറും ഇല്ല, അതുപോലെ തന്നെ ഊനോന്റെ ട്രഷറും ഇല്ല. സത്യത്തില് ഈ മാപ്പ് അതൊരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ അവന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയത്. ഈ മാപ്പ് ചെക്ക് ചെയ്തപ്പോൾ അതെവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഉസോപ്പ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വെയിലിന്റെ തെറ്റായ ദിശയിലേക്കാണ് പോയത്. ആക്ച്വലി അത് ആ ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞ് ദൂരത്തായിട്ട് വലിയൊരു ഹില്ല് അവൾ കാണിച്ചു കൊടുക്കും. അതിനുശേഷം എല്ലാവരും ഹില്ലിന്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കും. അവരാണെങ്കിൽ ആ മലയുടെ മുകളിൽ കയറി വരുമ്പോഴായിരിക്കും ആ കുഞ്ഞിപ്പയ്യന്റെ ഗ്രാൻഡ്പ അദ്ദേഹത്തെ അവിടെ കാണുക. ഉടനെ അദ്ദേഹമാണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, ഓനോന്റെ ആ മാപ്പ് അത് ഞാനും കണ്ടിരുന്നു. സോ ഇവിടെ ആ നിധി ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. മാത്രമല്ല ഓനോനും ഞാനും രണ്ടുപേരും ഒരേ ഗ്രാമത്തിൽ വളർന്നു വന്നവരാണ്. പറയുകയാണെങ്കിൽ ബ്രദേഴ്സിനെ പോലെയാണ് ഞങ്ങൾ വളർന്നു വന്നത്. ഓനോന് ഗോൾഡിനോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്ക് ഷെഫ് ആവണമെന്നായിരുന്നു ആഗ്രഹം.
പ്രത്യേക ഘട്ടത്തിൽ ഞങ്ങൾക്കിടയിൽ ഒരു ഫൈറ്റ് ഉണ്ടായി. ഫൈറ്റിനിടയിൽ ഞങ്ങൾ രണ്ടുപേരും വലിയൊരു ക്ലിഫിന് മുകളിൽ നിന്ന് താഴേക്ക് വീണു. ഓനോനെ രക്ഷിക്കാനായിട്ട് ഞാൻ പിടിവിട്ട് താഴേക്ക് പോയി. അവിടേക്ക് വന്നൊരു കപ്പലിൽ ഞാൻ ഒരുപാട് പരിക്കുകളോടെ വന്നു വീണു. ആ കപ്പലിലുള്ളവരാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. അതിനുശേഷം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അവൻ ഇവിടെ ഉണ്ടാവുമെന്നാണ് ഞാനും കരുതുന്നത്. എനിക്ക് എത്രയും വേഗം ഓനോനെ കാണണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും മുകളിലേക്ക് വരും. അപ്പോൾ അവിടെ മുകളിലായി ആണെങ്കിൽ ചെറിയൊരു വീട് കാണും. അവർ ആ വീടിൻ്റെ അകത്തേക്ക് കടന്നു വരുമ്പോൾ ഫയറൊക്കെ കത്തിക്കാനുള്ള ഒരു പ്രത്യേകതരം ഫെസിലിറ്റി അവിടെ ചെയ്തു വെച്ചിരിക്കുന്നതായിട്ട് കാണും. അവരതിൽ പ്രസ് ചെയ്യും. അടുത്ത നിമിഷം ഒരു അണ്ടർഗ്രൗണ്ട് അത് ഓപ്പൺ ആവുകയാണ്. അവരതിലേക്ക് നോക്കുന്ന ആ നിമിഷം തന്നെ ആ മോൺസ്റ്റർ ടീം അവിടേക്ക് എത്തി. ആ മോൺസ്റ്റർ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ആ ഒരു വീട് രണ്ടായിട്ട് വെട്ടിയെറിയും. ലൂഫി ആണെങ്കിൽ ചാടി വന്ന് ഇപ്പൊ ആ മോൺസ്റ്ററിനെ കിക്ക് ചെയ്യാണ്. കാരണം ആ ഗ്രാൻഡ് പാ ഓനു വേണ്ടി അവിടേക്ക് കൊണ്ടുവന്ന ഫുഡ് അതെല്ലാം തന്നെ ആ മോൺസ്റ്റർ തട്ടിമറിച്ച് അത് ചവിട്ടി മെതിച്ചു. ലൂഫി ആണെങ്കിൽ ആ ഫുഡ് എടുത്ത് കഴിച്ച് ഞാൻ ഇത്രയും നാളും കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ഫുഡ് അത് ഇതാണെന്ന് പറയും. ആ സമയം കൊണ്ട് സോറോ ആണെങ്കിൽ അവന്റെ സോൾജിയേഴ്സുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. സോറോ ആണെങ്കിൽ അതിലൊരു നല്ല സ്ക്വാഡ്സ്മാനെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്ത് താഴേക്ക് ഇടുകയാണ്. അതിനുശേഷം സോറോ അവനോട് പറയും, നീ ഒരു നല്ല ലക്ഷ്യത്തോടു കൂടെ എന്നോട് ഫൈറ്റ് ചെയ്യും. സമയത്ത് തീർച്ചയായിട്ടും നമുക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ലി ഫൈറ്റ് ഉണ്ടാവും. ഇത് ശരിക്കും ഒരു ബാഡ് ഫൈറ്റ് ആണ്. നിന്നെപ്പോലെ ഇത്രയും സ്കില്ലുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ബാഡ് ഫൈറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ആ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ആ പവറും കഴിവൊക്കെ കണ്ട് അങ്ങനെ ഷോക്കാവും. അതിനുശേഷം ആ മോൺസ്റ്റർ മാനാണെങ്കിൽ ഇപ്പൊ ലൂഫി ആഞ്ഞടിക്കും. അടികെട്ടി ലൂഫി തെറിച്ചു പോവും. പക്ഷെ ലൂഫി അവന്റെ കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് അതേ ഫോഴ്സിൽ വന്ന് ആ മോൺസ്റ്റർ മാനെ അടിക്കും. അതിനുശേഷം രണ്ടുപേരും പൊരിഞ്ഞ് പോരാട്ടം. ലൂഫി ആണെങ്കിൽ അവന്റെ പവർ തന്നെ ഇപ്പൊ അവന്റെ നേർക്ക് റിട്ടേൺ അടിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവൻ അവസാനമായിട്ട് ഒറ്റ കിക്ക് കൊടുത്ത് ഇപ്പൊ അടുത്ത ഐറാനിലേക്ക് എത്തിക്കുകയാണ്. അതിനുശേഷം ലൂഫി ആണെങ്കിൽ ഇപ്പൊ അപ്പാപ്പനോട് സോറി പറയും, നിങ്ങളുടെ ഫുഡ് അത് ഞാനെടുത്ത് കഴിച്ചു. അതിന് ഗ്രാൻഡ് പേ ആണെങ്കിൽ ക്യാഷിനായിട്ട് പറയും, അതിന് കുഴപ്പമൊന്നുമില്ല, മണ്ണിൽ കടന്ന ഫുഡായതുകൊണ്ട് നിനക്ക് മറ്റെന്തെങ്കിലും അസുഖം വരുമെന്നാണ് എനിക്ക് പേടി. അതിന് ലൂഫി പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ പവർഫുൾ ആണ്, എനിക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പോ അണ്ടർഗ്രൗണ്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവർ കാണും ദൂരത്തായിട്ട് ഓണന്റെ ചൂടം അതൊരു ചെയറിലിരിക്കുന്നത്. ചുറ്റും മുഴുവൻ ആ ചുമരിലായിട്ട് ഓനൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവരത് വായിക്കാനായിട്ട് തുടങ്ങും. നിങ്ങളെല്ലാവരും ഇവിടേക്ക് വന്നത് സംഭരിച്ചു വെച്ചിട്ടുള്ള സ്വർണത്തിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, അതൊന്നും ഇവിടെ ഇല്ല. അത് ഞാൻ ശേഖരിച്ച ആൾക്കാർക്ക് തന്നെ തിരികെ കൊടുത്തു. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്ത് അവൻ എനിക്ക് നഷ്ടപ്പെട്ടു. അവൻ്റെ ഓർമ്മകളോടുകൂടിയാണ് ഇത്രയും കാലവും ഞാനിവിടെ ജീവിച്ചത്. ഒരു കുന്ന് സ്വർണത്തിന് നടുക്ക് ജീവിക്കണം ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ ആഗ്രഹം ഞാൻ ഇതിനോടകം സഫലമാക്കി കഴിഞ്ഞു. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ കൂട്ടുകാരൻ അവൻ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയും. ഉടനെ അപ്പാപ്പനാണെങ്കിൽ ഒരുപാട് വിഷമത്തോടു കൂടെ ഓനിന്റെ അടുത്തേക്ക് വന്ന് ആ ഒരു ഫ്ലാഗ് എടുക്കും. ആക്ച്വലി അവസാനമായിട്ട് അവർ ഫൈറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആ ഒരു ഫ്ലാഗ് മാത്രമാണ്. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ഓനോയ്ക്കും അതുപോലെ തന്നെ അവൻ്റെ ഗ്രാൻഡ് പേയ്ക്കും ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ട് ഒരുപാട് സന്തോഷം. സോ അവനാണെങ്കിൽ ഗ്രാൻഡ് പേ ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് അതോടൊപ്പം ഹാപ്പി ആയിട്ട് ചേരാനായിട്ട് തയ്യാറാവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ആ സമയത്തായിരിക്കും നമ്മുടെ നാമി അവള് ആ ഒരു മോൺസ്റ്ററിന്റെ കപ്പലിലുണ്ടായിരുന്ന പ്രഷ്യസ് ആയിട്ടുള്ള അസറ്റ്സ് എല്ലാം എടുത്ത് അവിടേക്ക് വരിക. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഹാപ്പിയായി അവിടുന്ന് കടന്നു പോകുന്നതോടു കൂടെ ഈ ഒരു ഫിലിമും അവസാനിക്കുന്നു.